ഭാഗ്യവാനായ മനുഷ്യൻ. രോഹൻ തന്റെ അവിശ്വസനീയമായ ഭാഗ്യത്തിന് പേരുകേട്ടവനായിരുന്നു. അവൻ പോകുന്നിടത്തെല്ലാം ഭാഗ്യം അവനെ പിന്തുടർന്നു. തെരുവിൽ നാണയങ്ങൾ കണ്ടെത്തുകയും ചെറിയ മത്സരങ്ങളിൽ വിജയിക്കുകയും അപ്രതീക്ഷിത അവസരങ്ങൾ ലഭിക്കുകയും ചെയ്തു. ഒരു ദിവസം രോഹന്റെ ഭാഗ്യം അവനെ ചിത്രരചനയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കഴിവിലേക്ക് നയിച്ചു. ഒരു പഴയ ആർട്ട് സ്റ്റുഡിയോ പര്യവേഷണം ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം മറന്നുപോയ ഒരു മാസ്റ്റർ പീസ് കണ്ടെത്തി. അതിനെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. കലാകാരന്റെ കുടുംബം നന്ദിയുള്ളവരായിരുന്നു. രോഹന്റെ ചിത്രരചനാ കഴിവുകൾ അംഗീകരിക്കപ്പെട്ടു. രോഹന്റെ ഭാഗ്യം തുടരുന്നതിനിടയിൽ അദ്ദേഹം ഒരു വിജയകരമായ സംരംഭകനെ കണ്ടുമുട്ടി. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് പങ്കാളിത്തം വാഗ്ദാനം ചെയ്തു. അവരുടെ സംരംഭം അഭിവൃദ്ധിപ്പെട്ടു. രോഹന്റെ ഭാഗ്യം അതിന്റെ വിജയത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ആളുകൾ പലപ്പോഴും രോഹനോട് ഭാഗ്യത്തിന്റെ രഹസ്യത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട്. ഞാൻ സാധ്യതകൾക്കായി തുറന്നിരിക്കുന്നു, അവസരങ്ങൾ എൻ്റെ വഴിക്ക് വരുമ്പോൾ അവ പിടിച്ചെടുക്കുന്നു എന്ന് പറയുമായിരുന്നു. രോഹന്റെ കഥ മറ്റുള്ളവരെ പോസിറ്റീവ് മനോഭാവം വളർത്തിയെടുക്കാനും സ്വന്തം ഭാഗ്യത്തിൽ വിശ്വസിക്കാനും പ്രേരിപ്പിച്ചു. ചിലപ്പോൾ അതിന് ആവശ്യമായതെല്ലാം ഭാഗ്യവും അവസരങ്ങൾ എടുക്കാനുള്ള സന്നദ്ധതയും